കോഴിക്കോട് തിരുവമ്പാടിയിൽ വീട്ടിൽ മോഷണം 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും ക്യാമറയും കവർന്നു. തിരുവമ്പാടി സ്വദേശി ബെന്നി മാത്യുവിന്റെ വീട്ടിലായിരുന്നു കവർച്ച. 5 അംഗ സംഘമാണ് മോഷണം നടത്തിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാക്കൾ ആരാണ് എന്നുള്ളതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? മുഖമൊക്കെ കാണാമല്ലോ അല്ലേ? റോഷ്നി, മുഖം പൂർണ്ണമായും കാണാൻ കഴിയുന്നില്ല. ചിലരൊക്കെ മുഖം മറച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായി ആരാണ് എന്ന് വ്യക്തമല്ല. പോലീസ് ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണി സമയത്താണ് ഈ മോഷണം നടക്കുന്നത്. തിരുവമ്പാടി സ്വദേശിയായ ബെന്നി മാത്യുവിന്റെ വീടാണിത്. അദ്ദേഹം സ്ഥിരമായി ഈ വീട്ടിൽ താമസിക്കാറില്ല, വാടക വീടാണ്. രാവിലെ ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് തകർത്ത നിലയിൽ കാണുന്നത്. വീടിനകത്ത് കയറിയപ്പോഴാണ് മോഷണം നടന്നു എന്ന് മനസ്സിലായത്. അലമാര തകർത്ത് അലമാരയ്ക്കകത്തുണ്ടായിരുന്ന 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്ന് മനസ്സിലാക്കി. മാത്രമല്ല, ഈ വീടിനകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു, അതും നഷ്ടമായിട്ടുണ്ട്. വിലപിടിപ്പുള്ള ഓട്ടുപാത്രങ്ങളും മോഷ്ടാവ് കൊണ്ടുപോയി. പിന്നാലെയാണ് വീട്ടിലുള്ള CCTV ക്യാമറ ബെന്നി മാത്യു പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ മോഷണത്തിന്റെ വിവരം, ആരൊക്കെയാണ് മോഷ്ടിക്കാൻ എത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഒരു 5 അംഗ സംഘമാണ് ഈ ദൃശ്യങ്ങൾ പ്രകാരം മോഷണത്തിന് എത്തിയത്. നമുക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അവർ വീടിന്റെ ഒരു ഭാഗത്തേക്ക് വരുന്നു, വാതിൽ തകർത്ത് കയറുകയാണ്. അതിനിടയിൽ ഈ CCTV ക്യാമറ കണ്ടതിനാൽ തന്നെ ആ ക്യാമറയും ഈ സംഘം നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ ചിലരൊക്കെ മുഖം മറച്ചിട്ടാണുള്ളത്. വലിയ പ്രായമുള്ളവരല്ല, ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യം. നിലവിൽ ഏതായാലും തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളുണ്ട്, അതിലേക്ക് നമുക്ക് എത്താം.